നീണ്ട 2 മാസത്തെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കള് അൽഹംദുലില്ലാഹ് നാളെ മുതൽ സ്കൂളുകളിലേക്ക് പോവുകയാണ്. എല്ലാ മക്കൾക്കും പടച്ച തമ്പുരാൻ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്താൻ നല്ല രൂപത്തിൽ ഈ വർഷം തൊട്ട് പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് കൊടുക്കുമാറാവട്ടെ. നല്ല ബുദ്ധികൂർമ്മത ഉണ്ടാവാൻ, ഓർമ്മശക്തി ഉണ്ടാവാൻ, പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ, കേൾക്കുന്ന കാര്യങ്ങൾ ടീച്ചർമാര് സാറന്മാര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ അവരുടെ മനസ്സിൽ ഉറക്കാൻ ഒരു ചെറിയൊരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് ഓതേണ്ടത് രക്ഷിതാക്കളാണ്. ഉമ്മയും വാപ്പയും ഇത് ഓതി നമ്മുടെ മക്കളെ മന്ത്രിക്കണം. ഈ ചെറിയ സൂറത്ത്, ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന വേറൊരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾ അവർക്ക് ഈ മക്കൾ എന്നും ഒരു വലിയ കണ്ണിന് കുളിർമയായി മാറും. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും, വീട്ടിൽ ഐശ്വര്യമുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ മഴക്കാലത്ത് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വരുമ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വർഷം സ്കൂളുകൾ തുറക്കുന്ന ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട, മക്കൾ ശ്രദ്ധിക്കേണ്ട, കുട്ടികൾ ശ്രദ്ധിക്കേണ്ട, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവസാനം വരെ കാണണേ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സാധാരണ കേരളക്കാരെ സംബന്ധിച്ച് തമിഴ്നാട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. കാരണം അവിടെയൊക്കെ പാണ്ടികളാണ്, അണ്ണന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വലിയൊരു വില നമ്മൾ കുറച്ച് കാണുന്ന ഒരു വിഭാഗമാണ് ഈ തമിഴ്നാട്ടുകാർ. ഈ തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച, അവിടുത്തെ കഞ്ഞിയും പയറും ഒക്കെ കഴിച്ച്, അതുപോലെ വൈകുന്നേരം കളിക്കാൻ കൂട്ടുകാരന്മാരുമായി പോയി, രാവിലെ പത്രമിടാൻ പോയി, ഒരു സാധാ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി. ആ കുട്ടി ആ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് അവസാനം എവിടം വരെ എത്തിയെന്നറിയോ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, മിസൈൽ മാൻ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയുമായി മാറിയ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ വിശദമായി നമുക്ക് പറയാനുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കുകയാണ്. ഈ സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് പല ആളുകളും, പല രക്ഷിതാക്കളും ഭയങ്കര ബേജാറിലാണ്. മക്കളെ CBSE സ്കൂളിൽ ചേർക്കണം, ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം, മലയാളം മീഡിയമൊക്കെ വെറുതെ മോശമാണ്, അലമ്പാണ്, കൊള്ളൂല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലാ കുട്ടികളും സർക്കാർ സ്കൂളുകളിൽ നിന്നും മാറി പ്രൈവറ്റ് സ്കൂളുകൾ, മറ്റു സ്കൂളുകളിലൊക്കെ പോവുകയാണ്. ഞാൻ പോകണ്ട എന്നൊന്നും പറയുന്നില്ല, അതൊക്കെ ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ മക്കൾ പഠിക്കുന്ന ആ പഠനം അത് നല്ല രൂപത്തിൽ പഠിച്ചാൽ അവർക്ക് ഉന്നതങ്ങളിൽ നിന്നും ഉന്നതിയിലേക്ക് എത്താം. ഒരു CBSE സ്കൂളിലും അല്ലായിരുന്നു ആര് പഠിച്ചത്? APJ അബ്ദുൽ കലാം അല്ലേ? അദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ രാഷ്ട്രപതി എന്നാണ്. എല്ലാവരും ബുദ്ധിയുള്ളവരാണ്, പക്ഷെ അദ്ദേഹത്തെ പറ്റി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ മിസൈൽ മാൻ എന്നാണ് അല്ലേ? മിസൈൽ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ടെക്നോളജികൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഉയർന്നു വന്ന് അദ്ദേഹമാണ് ആ ഒരു മേഖലയിൽ ഇന്ത്യയെ ഒരു വലിയൊരു ഉന്നതിയിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ APJ അബ്ദുൽ കലാം അദ്ദേഹം സാധാ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച സാധാ കുടുംബത്തിൽപ്പെട്ട ആളാണ്. വലിയ സുഖ ആഡംബരങ്ങളിൽ ജീവിച്ച ആളല്ല. പക്ഷെ അദ്ദേഹത്തിന് അത്രമാത്രം വലിയ ഒരു ഉന്നതിയിൽ എത്താൻ പറ്റാനുള്ള കാരണം അദ്ദേഹം പഠിച്ചത് നല്ലതുപോലെ പഠിച്ചു. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ തുറന്ന് ഇൻഷാ അല്ലാഹ് നാളെ സ്കൂളുകളിലേക്ക് പുറപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളുടെ എല്ലാവരുടെയും പഠനത്തിൽ എല്ലാവിധ ബറക്കത്തും നൽകട്ടെ, സലാമത്ത് നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, പരീക്ഷകളിലെല്ലാം ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കണം, അങ്ങനെയൊന്നുമില്ല. പഠിച്ച് ഏത് മീഡിയമാണെങ്കിലും നല്ല രൂപത്തിൽ അവർ പാഠഭാഗങ്ങൾ പഠിച്ചാൽ ഉന്നതിയിലേക്ക് എത്താം. അള്ളാഹു നമ്മുടെ മക്കളെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക്, നമ്മുടെ കണ്ണിന് കൺകുളിർമയാകുന്ന നല്ല മക്കളാക്കി അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം നാളെ മുതൽ സ്കൂളുകൾ തുറക്കുന്നു. സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ മക്കൾ, അത് ചെറിയ കുട്ടികളാവട്ടെ വലിയ കുട്ടികളാവട്ടെ, ഞാൻ പറയട്ടെ, നമ്മൾ മുമ്പ് പറഞ്ഞതാണത്. എല്ലാ ഉമ്മമാരും വാപ്പമാരും നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ഒരിക്കലും മറന്നു പോകരുത്. അവർ ബസ്സിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ സൈക്കിളിന് പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ, വീട്ടിൻ്റെ വെളിയിലേക്ക് അവർ ഇറങ്ങി ചിലപ്പോൾ സ്കൂളിൽ പോകുന്നതാവാം, ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നതാവാം, മദ്രസയിൽ പോകുന്നതാവാം, കടയിൽ പോകും, എവിടെ പോയാലും നമ്മുടെ മക്കൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി നമ്മൾ പറയണം, നമ്മൾ തവക്കുലാക്കണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പടച്ചോനെ, എൻ്റെ മകൻ
അവന് ഞാൻ തവക്കുലാക്കിയിരിക്കുക, നിന്നിലേക്ക് ഞാൻ തവക്കുലാക്കിയിരിക്കുന്ന റബ്ബേ എൻ്റെ മകനെ നീ കാക്കണം എന്നാണ് ഏകദേശം അതിൻ്റെയൊക്കെ അർത്ഥവും പൊരുളും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എല്ലാവരും ഈ ഒരു ദിക്ർ നാളെ മുതൽ നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇത് പറയാൻ മറന്നു പോകരുത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നല്ല മഴക്കാലമാണ്. പല സ്ഥലത്തും നല്ല ചൂടായി തുടങ്ങി, പല സ്ഥലത്തും നല്ല മഴയുള്ള സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് മൊത്തത്തിൽ ജൂൺ ജൂലൈ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മഴയുടെ ഒരു അന്തരീക്ഷമാണല്ലോ. അപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകം നമ്മളും നമ്മുടെ മക്കളെയും ശ്രദ്ധിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികളാണല്ലോ, അവർ ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്ന വെള്ളക്കെട്ടിലൊക്കെ ഇറങ്ങുകയും ആ കാല് നനക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്ന് നമ്മുടെ റോഡുകളിൽ പലതും വലിയ കുഴിയാണ്. ആ കുഴിയിൽ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. പലപ്പോഴും അറിയില്ല, നമ്മൾ ഓർക്കും സാധാ വെള്ളക്കെട്ടാണെന്ന്. പക്ഷേ അത് കുഴിയിലേക്ക് വീണ് പോയി, ആ കുഴിയിലേക്ക് വീണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. പ്രത്യേകം നമ്മുടെ മക്കളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അങ്ങനെ വെള്ളമൊക്കെ കണ്ടാൽ അത് അവിടെ പോയി ഇറങ്ങണ്ട. കാരണം ഒന്നാമത് നമ്മുടെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല. നമ്മളൊക്കെ ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്താണ്, ഫുൾ ടൈം മണ്ണിൽ കളിയാണ്, മണ്ണിൽ കളിയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മണ്ണിൽ കളിച്ച് നമ്മുടെ കാലും മണ്ണും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്നത്തെ മക്കളെന്ന് പറഞ്ഞാൽ മണ്ണിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. ഫുൾ ടൈം നമ്മൾ വീടിൻ്റെ ഉള്ളിലാണ്. ഇനി വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഈ കട്ട വിരിച്ച നമ്മുടെ മുറ്റമാണുള്ളത്. അപ്പോൾ മണ്ണുമായിട്ട് കൂടുതൽ ബന്ധമില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെരുപ്പിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് റോഡിൽ കാണുന്ന ഒരുപാട് അഴുക്കുകളും ചെളികളൊക്കെ ഉള്ള ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ മക്കളുടെ കാലിട്ടാൽ ഒരുപാട് ചൊറിയും അതുപോലെ വളങ്കടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ ഭാഗത്തേക്കൊന്നും പോവരുത് എന്ന് പ്രത്യേകം നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ മഴക്കാലമാണ്. മഴക്കാലം ഇപ്പോൾ നമ്മുടെ മക്കൾ ചിലപ്പോൾ നനഞ്ഞിട്ടൊക്കെ ആയിരിക്കും സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ആ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് തന്നെ അവരെ കൊണ്ട് ഊരിപ്പിക്കണം. ശുചിത്വം അത്യാവശ്യമാണ്. സോപ്പ് ഉപയോഗിച്ച് അവരോട് കൈകൾ കഴുകാൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് കൈകൾ കഴുകാൻ പറയണം. പിന്നെ ഭക്ഷണം എപ്പോഴും ചൂടോടെ ആയിരിക്കണം, ചെറു ചൂടോടെ ആയിരിക്കണം മക്കൾക്ക് കൊടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ഭക്ഷണം ഒരിക്കലും ഈ മഴക്കാലത്ത് മക്കൾക്ക് കൊടുക്കരുത്, പെട്ടെന്ന് അസുഖം ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കൊതുകിനെ അകറ്റാനുള്ള കൊതുക് വലയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കാരണം ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ്, ഈ സമയത്ത് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പനിയോ ഒക്കെ വന്നാൽ, അള്ളാഹു കാക്കട്ടെ, പനിയൊക്കെ വന്നാൽ പിന്നെ ഒരു വലിയ പ്രയാസമാണ്. കാരണം സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ക്ലാസ്സുകൾ നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് പിന്നെ ഒരു മടുപ്പായി മാറും. അപ്പോൾ അതുകൊണ്ട് പരമാവധി രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക. പിന്നെ മാസ്ക്, പല ആളുകൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ മാസ്ക് ധരിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ ഈ മാസ്ക് ധരിക്കുമ്പോൾ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും നമ്മൾ മാസ്ക് ധരിക്കുമ്പോൾ നമ്മൾ ബൈക്കിലോ ഒക്കെ പോകുന്ന സമയത്ത് ഈ മാസ്ക് നനയാൻ സാധ്യതയുണ്ട്. ഈ നനഞ്ഞ മാസ്ക് നമ്മൾ വെക്കരുത്, പെട്ടെന്ന് അത് ഊരിക്കളയണം. കാരണം നമ്മുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന ഒരുപാട് അണുക്കൾ ആ മാസ്കിൽ ഉണ്ടാകും. അത് നനയുന്നതോടുകൂടി നമ്മുടെ ഈ ഭാഗത്ത് ഒരുപാട് ഫംഗസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വീട്ടിൽ നമ്മൾ പ്രത്യേകം നമ്മുടെ മക്കളോട് സ്കൂളിൽ പോകുന്ന സമയത്ത് പ്രത്യേകം നമ്മുടെ പരിസരമൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അമിതമായി ആരോടും കൂട്ടുകൂടണ്ട. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ, എന്തെങ്കിലും ഇപ്പോൾ മിഠായി തന്നാൽ അതൊന്നും വാങ്ങി കഴിക്കരുത്. പിന്നെ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാൽ അത് കൃത്യമായി സ്കൂളിൽ ടീച്ചറോട് അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളോട് പറയാൻ പ്രത്യേകം നമ്മുടെ മക്കളോടൊക്കെ പറയേണ്ടതുണ്ട്. നമ്മുടെ ക്ലാസ് തുടങ്ങി ഏകദേശം ഒരു 7-8 മിനിറ്റോളം ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം നമ്മുടെ മക്കൾ നാളെ മുതൽ സ്കൂളിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് അബദ്ധങ്ങൾ ഒളിഞ്ഞിരിക്കുന്നൊരു കാലമാണ്. പിന്നെ അതോടൊപ്പം തന്നെ പറയട്ടെ, അള്ളാഹുവിലേക്ക് നമ്മൾ തവക്കുലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തവക്കുൽ അത് എപ്പോഴും ഉണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ പഠനത്തിൽ എന്താ പറയുക, വലിയൊരു റാഹത്തും സന്തോഷവും ഉന്നതിയും ഒരു മികവും ഉണ്ടാവാൻ ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഉമ്മമാർ ഓതിയിട്ട് നമ്മുടെ മക്കളുടെ തലയിൽ കൈവച്ച്, മക്കളുടെ തലയിൽ അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ അടുക്കൽ പോയിട്ട് ഒന്ന് അവരുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഓരോ ഉമ്മച്ചിമാരും ഓതുക. എന്ത്? സൂറത്ത് ഷറഹ് ഓതുക. അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് അവരുടെ തലയിൽ ഇങ്ങനെ ഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. അവർക്ക് നല്ല ഖൈറുണ്ടാകും, വലിയ ബർക്കത്തുണ്ടാകും. എൻ്റെ മക്കളോട് പറയട്ടെ, ഈ സൂറത്ത് ഷറഹ് നിങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണല്ലോ, ഇത് ഓതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഓതാൻ അറിയാവുന്നവർ, നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ നെഞ്ചത്ത് വെക്കുക. വലത് കൈ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സ്വദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ്
മുമ്പ് നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾ ഓതിയിട്ട് പഠിക്കാനിരിക്കും. വേഗത്തിൽ നിങ്ങൾക്ക് പഠനമാകും. അതായത് എസ് എ ഒക്കെ പഠിക്കാൻ വലിയ പ്രയാസം അല്ലെ. എസ് എ ഒരു പാരഗ്രാഫ് പഠിക്കാൻ എത്ര കഷ്ടപ്പെടും. അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലേ പഠിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൂറത്ത് ഷറഹ് ഒരു പ്രാവശ്യം നല്ല രൂപത്തിൽ ഓതി നെഞ്ച് തൂതിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കും. ഉന്നതി ഉണ്ടാകും, നല്ല ബുദ്ധി കൂർമ്മതയുണ്ടാകും ഈ സൂറത്ത് ഷറഹ് മുറുകെ പിടിച്ചാൽ. എല്ലാ ദിവസവും ഓതണം. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, ക്ലാസ് തുടങ്ങുന്ന സമയത്ത്, നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോൾ ആ ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ സൂറത്ത് ഷറഹ് നമ്മളിങ്ങനെ ഓതണം. പിന്നെ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യുക, ഭൗതികമായി നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലേ. അവർക്ക് ബുക്കുകൾ വാങ്ങിക്കൊടുക്കുന്നു, ബാഗ് വാങ്ങിക്കൊടുക്കുന്നു, അവരുടെ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്നു, അതുപോലെ തന്നെ അവരെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യണം. അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ആത്മീയമായ ഒരു സഹായം കൂടി അവർക്ക് ചെയ്യണം. ആത്മീയമായ സഹായം ഒന്ന് ദുആ ചെയ്യലാണ്. അള്ളാഹു, എൻ്റെ മകൻ അവരിതാ സ്കൂളിൽ പോകാൻ തുടങ്ങി, എൻ്റെ മോള് സ്കൂളിൽ പോകാൻ തുടങ്ങി, അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വേഗത്തിൽ അവർക്ക് പഠിക്കാനുള്ള തൗഫീക്ക് നീ കൊടുക്കണേ എന്ന് എപ്പോഴും എല്ലാ വക്കത്തിന് ശേഷവും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യാറുണ്ടെന്നറിയാം, എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയ പ്രത്യേകം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന ആ ഒരു ദുആ നമ്മൾ മറന്നു പോകാൻ പാടില്ല. മക്കൾക്ക് നല്ല പഠനം ഉണ്ടാവാൻ, ഖൈറുണ്ടാവാൻ ഈ ദുആ വലിയ കാരണമാണ്. പിന്നെ എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയട്ടെ, നമ്മുടെ മക്കളോട് എപ്പോഴും പോയി പഠിക്കടാ ഇങ്ങനെ എപ്പോഴും പഠിക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ്ട. നമ്മളൊരു ടൈം വെക്കുക, കുറച്ച് സമയം പഠിക്കാൻ. ഇപ്പോൾ ഈ വെക്കേഷൻ ഫുൾ ടൈം നമ്മുടെ മക്കളുടെ ഫോൺ ആയിരിക്കും. ഇപ്പോൾ ഇനി സ്കൂൾ തുറന്നാൽ മൊത്തത്തിൽ അങ്ങോട്ട് ഫോണൊക്കെ മാറ്റി വെച്ച് ഇനി തൊടണ്ട എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ആവില്ല. കാരണം അവർ ഇത്രയും ദിവസം ഇങ്ങനെ തുടർച്ചയായി ഉപയോഗിച്ച് വന്നിട്ട് ചിലപ്പോൾ അവർക്ക് ഉപയോഗിക്കാതിരിക്കുമെന്ന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുക, ഒരു കാ മണിക്കൂർ ഫോൺ ഉപയോഗിക്കാൻ തരാം, അത് കഴിഞ്ഞ് പിന്നെ മാറ്റിക്കോണം എന്ന് പറഞ്ഞ് അവർക്ക് ഒരു ടൈം കൊടുക്കുക. പഠിക്കാൻ എന്ന ടൈം, ഖുർആൻ ഓതണം. മഗ്‌രിബ് നിസ്കാരം നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അര പേജെങ്കിലും ഖുർആൻ ഓതണം, എന്നിട്ട് പഠിക്കാനിരിക്കാവൂ. അങ്ങനെയൊക്കെ ഇപ്പോഴേ നമ്മൾ തർത്തീബാക്കും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ. ഇതൊക്കെ പറയുന്ന ഞാനും എൻ്റെ വീട്ടിൽ ചെയ്യണം, കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ചെയ്യണം. ചെയ്താൽ വലിയ ഖൈറാൻ. പിന്നെ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് നമ്മളിങ്ങനെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അവരെങ്ങനെ പഠിക്കും? മക്കനോട് അവിടെ നിന്ന് പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പഠിക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് റീൽസ് കാണുന്നു, വീഡിയോ കാണുന്നു, ഉമ്മായും വാപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ മക്കൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് തൽക്കാലം ഫോൺ ഉപയോഗിക്കൽ ഇന്നത്തോടുകൂടി നമ്മൾ നിർത്തി. നാളെ നമ്മുടെ മക്കൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവിധ ഖൈറുണ്ടാവാൻ നമ്മൾ എപ്പോഴും ദ്വാരക്കണം. പിന്നെ നമ്മുടെ മക്കൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി പോകില്ലേ, സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദുആ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ മക്കൾക്ക് എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള വലിയ കാവലുണ്ടാവാനുള്ള ഒരു ദുആയാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ആ ദുആ മറന്നു പോകരുത്, ദിക്റാണ്. കാരണം എല്ലാവിധത്തിലുള്ള ആപത്തുകൾ, ആകാശഭൂമികൾക്കിടയിൽ നിന്നുള്ള മനുഷ്യപരമായ ജിന്നുപരമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടുമുള്ള കാവൽ കിട്ടാൻ ഈ ദുആ വലിയ ഖൈറാൻ. നമ്മുടെ മക്കളും ഇത് പറയണം. കാരണം ഇപ്പോൾ തെരുവ് നായകളുള്ള കാലമാണ്. ഇപ്പോൾ എത്രയോ കുട്ടികളെ തെരുവ് നായ കടിക്കുന്നുണ്ട്. പിന്നെ എത്രയോ കുട്ടികളെ വാഹനം ഇടിക്കുന്നുണ്ട്, അല്ലാഹു കാക്കട്ടെ. എത്ര കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യതകളൊക്കെ നമ്മുടെ മുന്നിൽ കണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി നമ്മൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ പോകുമ്പോൾ ഈ ദിക്ർ, അത് മുതിർന്നവരാവട്ടെ ചെറിയ കുട്ടികളാവട്ടെ, ഈ ഒരു ദുആ മറന്നു പോകരുത്. ഏതാണ്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ നമ്മൾ മറന്നു പോകരുത്. വളരെയധികം നമുക്ക് ഉപകരിക്കുന്ന ഒരു ദുആയാണത്. അപ്പോൾ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അത് പറയണം. അതുപോലെ സൂറത്തു ശറഹ്, അലം നശ്റഹ് സൂറത്ത്, വിശുദ്ധമായ ഖുർആനിലെ 94-ാമത്തെ സൂറത്താണ് സൂറത്തു ശറഹ് അല്ലേ. ഇവിടെ ഖസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ കാണാം, വമൻ ദവാമ അലാ ഖിറാഅതിഹാ അഖിബ സ്വലവാതിഹൽ ഖംസ് റസഖഹുല്ലാഹു മിൻ ഹൈതു ലാ യഹ്തസിബ് യസ്റഹുല്ലാഹു അംറഹു വഖാല ബഅദുഹും തിലാവതുഹാ തൈസീരി റിസ്ഖി വതശ്റഹുസ് സുദൂർ വതദ്ഹബുൽ ഉസ്ർ. യാ അല്ലാഹ്, 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതിയാൽ ആ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലങ്ങൾ: 1, അവൻ്റെ വീട്, അവൻ്റെ വസ്ത്രം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ സമ്പത്ത്, എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് കൊടുക്കും. അവൻ്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരും. അവൻ്റെ കച്ചവടത്തിൽ അള്ളാഹു തആല എല്ലാവിധ എളുപ്പവും അതുപോലെ ലാഭവും കൊടുക്കും.
റിസ്ക് എളുപ്പമാകും, മനസ്സമാധാനമുണ്ടാകും, ഞെരുക്കങ്ങൾ മാറും, സാമ്പത്തിക, ശാരീരിക, മാനസിക കുടുസാവുക, അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ ഈ സൂറത്തു ശറഹ്, അലം നശ്റഹ് സൂറത്ത് നമ്മൾ ഓതൽ നിത്യമാക്കണം. എപ്പോൾ? എല്ലാ നിസ്കാരത്തിന് ശേഷവും ഓതണമെന്നാണ്. ഇനി എല്ലാ നിസ്കാരത്തിന് ശേഷം ഓതാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നുകിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതുക. പ്രത്യേകിച്ച് എൻ്റെ മക്കൾ, എല്ലാ വിദ്യാർത്ഥിനികളും ഈ സൂറത്ത് ശറഹ് മുറുകെ പിടിക്കണം. ഉമ്മമാരെന്ത് ചെയ്യണം? അവർ പഠിക്കാനിരിക്കുന്ന സമയത്ത് ശറഹ് ഓതിയിട്ട് അവരെ മന്ത്രിക്കുക. ഈ മാതാപിതാക്കൾ സൂറത്തു ശറഹ് ഓതി മക്കൾ മന്ത്രിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ ഗുണം, മക്കളുടെ സംസാരം ക്ലിയർ ആകും. 2, വിക്കൽ മാറും, മറവി രോഗം മാറും, ഓർമ്മശക്തി ഉണ്ടാകും, പരീക്ഷ, ഇന്റർവ്യൂ പോലത്തതൊക്കെ വലിയ ഹൈറിലായി മാറും. കണ്ണേറ്, കടം, അതുപോലെ സിഹിർ, രോഗം, എല്ലാത്തിൽ നിന്നും വലിയ ശിഫയുണ്ടാകും എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ നിരവധി പ്രതിഫലങ്ങളാണ് ഈ സൂറത്തു ശറഹ് ഓതുമ്പോൾ കിട്ടുന്നത്. പിന്നെ മക്കളോട് പറയട്ടെ, പഠിപ്പിക്കപ്പെടുന്ന പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു തീർക്കുക. ഇതൊക്കെ എന്താണ്, വലിയ ഈ നമ്മൾ മുതിർന്നവരിങ്ങനെ പറയും, ടീച്ചർമാർ പറയും, നമ്മൾ ഓരോ ദിവസം പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു തീർക്കാമെന്ന് പറയും. നമ്മളത് ചെയ്യൂല, നമ്മളത് മൈൻഡ് ചെയ്യൂല. അവസാനം പരീക്ഷയുടെ തലേന്ന് എല്ലാം കൂടി പഠിക്കാൻ നിന്നാൽ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഇപ്പോഴേ പതിയെ നമ്മൾ പഠിച്ചു തുടങ്ങുക. ഹോംവർക്കുകൾ എഴുതി തീർക്കുക. അസൈൻമെൻറ്റുകളൊക്കെ ടീച്ചർമാർ തന്നാൽ നല്ല രൂപത്തിൽ അതൊക്കെ പൂർത്തിയാക്കുക. ഈ വർഷം തൊട്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് പഠനത്തിൽ നല്ല മികവുണ്ടാവണം, അതിന് അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവണം, അതിന് സൂറത്ത് ശറഹ് മുറുകെ പിടിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും പഠനത്തിൽ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തുന്ന തരത്തിൽ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഖൈറും നമ്മുടെ മക്കൾക്ക് അള്ളാഹു കൊടുക്കുമാറാവട്ടെ. അവർ പഠിക്കുന്നതിനനുസരിച്ച് നന്മകൾ കൂടുതൽ ഉണ്ടാവാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഴക്കാലമാണ്. എന്തെല്ലാം അസുഖങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട്, മഴക്കാലവുമായി ബന്ധപ്പെട്ടുണ്ടോ, എല്ലാ അസുഖങ്ങളെ തൊട്ടും അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് ദുആ വസീയത്ത് പറയുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.